നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം മുഴുവൻ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇപ്പോഴെങ്ങനെയാണ്? നമ്മുടെ രാജ്യത്ത് ചോദ്യം ചോദിക്കുന്നവരൊക്കെ ഇപ്പൊ രാജ്യദ്രോഹികളാണ്. അങ്ങനെയാണല്ലോ. സംസ്ഥാനങ്ങൾക്കകത്ത് നിന്ന് ചോദ്യം ചോദിക്കാൻ നമ്മുടെ രാജ്യത്തിന് അവകാശമില്ല എന്നാണ്. ഇപ്പൊ ഇന്ത്യയിൽ പെഹൽഗാമിൽ ആക്രമണം നടന്നു. പെഹൽഗാമിലെ ആക്രമണത്തിൽ നമുക്കെല്ലാവർക്കും ഒറ്റ സ്വരമേ ഉള്ളൂ: പെഹൽഗാമിലെ ആക്രമകാരികൾ ആരാണെങ്കിലും അവർക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കണം എന്ന് തന്നെയാണ് ഇന്ത്യയിലെ മനുഷ്യരുടെ അഭിപ്രായം. പക്ഷേ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റിലെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉണ്ടായ സുരക്ഷാ വീഴ്ചയെ പറ്റി ഇപ്പം ആരും സംസാരിക്കരുതെന്നാണ്. അങ്ങനെയാണ്. കാരണം അവിടെ ഉണ്ടായ സുരക്ഷാ വീഴ്ചയെ പറ്റി സംസാരിക്കേണ്ട സമയമല്ലല്ലോ ഇത് എന്നാണ് പറയുന്നത്. ശരി, നമ്മൾ ആദ്യത്തെ ദിവസം സംസാരിക്കുന്നില്ല, രണ്ടാമത്തെ ദിവസം സംസാരിക്കുന്നില്ല, അതുകൊണ്ട് പ്രയോജനമുണ്ടോ? ഈ പെഹൽഗാം എന്ന് പറയുന്ന സ്ഥലം, ഞാനൊക്കെ മുൻപ് കാശ്മീരിലേക്ക് യാത്ര നടത്തിയ ആളുകളാണ്. കാശ്മീരിൽ പോയാൽ എല്ലാവരും പോകുന്ന ഒരു സ്ഥലമാണ് പെഹൽഗാം. കാരണം പെഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്താണ്, അവിടെ നിന്നാണ് ബൈസരൻ വാലി എന്ന് പറയുന്ന മുകളിലേക്കൊക്കെയുള്ള യാത്ര ആരംഭിക്കുക. അമർനാഥിലേക്ക് പോകുന്ന റൂട്ടാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ പോണിവാലാസ് എന്ന് പറയുന്ന കുതിരയെ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടാവും, കുതിര സവാരിക്കാരുണ്ടാവും. നമുക്ക് 400 രൂപയോ 350 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂർ നേരം അവര് കുതിരപ്പുറത്ത് കയറ്റി നമ്മളെങ്ങനെ ഓടിച്ചു കൊടുത്തിട്ട് വിടും. ഇവരെ ഏജന്റുകൾ ഉണ്ടാവും. അത് ഭയങ്കര രസമാണ്. നമ്മളവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ ഈ കുതിരപ്പുറത്ത് കയറ്റാനുള്ള ഏജന്റുകളുണ്ട്. അവർ നമ്മുടെ കയ്യിൽ നിന്ന് 2500 രൂപ 3000 രൂപയൊക്കെ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കും. പക്ഷേ ഈ കുതിരക്കാരനായിട്ട് അവിടെ പണിയെടുക്കുന്ന സാധാരണ തൊഴിലാളി ഉണ്ട്. അയാളോട് സംസാരിച്ചാലാണ് അറിയാം 150 രൂപ 200 രൂപയൊക്കെയാണ് അയാൾക്ക് ഈ 2500 കൊടുക്കുന്നത്. ബാക്കി മുഴുവനായിട്ട് ഈ ഇടയിൽ നിൽക്കുന്ന ഏജന്റുകൾ പോക്കറ്റിലാക്കലായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി അവിടെ സംഭവിച്ച മാറ്റം എന്താന്ന് വെച്ചാൽ, വലിയ തോതിൽ ടൂറിസ്റ്റുകൾ സുരക്ഷിതമായ ഏരിയ ആണെന്നുള്ള നിലയ്ക്ക് മുൻപ് മുതലേ ടൂറിസ്റ്റ് കേന്ദ്രമാണ്, പക്ഷെ മുൻപുള്ളതിനേക്കാളും എത്രയോ ഇരട്ടി. ഇപ്പോൾ ടൂറിസ്റ്റ് ഇൻഡെക്സ് പരിശോധിക്കുന്ന സമയത്ത് 46% വളർച്ചയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്കറിയാം, നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, കഴിഞ്ഞ കുറച്ച് മാസത്തിനിടയ്ക്ക് ഈ നാട്ടിൽ നിന്ന് ഏലംകുളത്തുനിന്നോ പെരുന്തൽമണ്ണയിൽ കാശ്മീരിൽ പോയ ആൾക്കാരുണ്ടാവും, കുറെ പേരുണ്ടാവും, കാശ്മീർ ടൂർ പോയ ആൾക്കാർ. കേരളത്തിലും ഇന്ത്യയിലെ പല ഭാഗത്തുനിന്ന് കാശ്മീരിലേക്ക് ടൂർ പോകുന്ന അവസ്ഥയുണ്ടായി. അതിന്റെ മാറ്റം വന്നപ്പോൾ കാശ്മീരിൽ ഉണ്ടായിരുന്ന മനുഷ്യർ മുൻപ് എപ്പോഴും ഇന്ത്യക്കാരെയും സംശയത്തോടെ കണ്ടിരുന്നത്, പാകിസ്ഥാൻകാരെയും സംശയത്തോടെയാണ് കണ്ടിരുന്നത്. ആ അവസ്ഥ മാറുകയും അവിടെയുള്ള സാധാരണ മനുഷ്യർക്ക് സാമാന്യം ജീവിക്കാവുന്ന നിലയിലുള്ള നിലവാരത്തിലുള്ള കൂലി കിട്ടുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വന്നു. ഇതാണ് കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇത് പറയാനും ആരെങ്കിലും ഒക്കെ വേണല്ലോ. ഒരു ഭരണകൂടത്തിലെ വിവിധ നാടുകളിൽ ജീവിക്കുന്ന മനുഷ്യർ പ്രശ്നം അനുഭവിക്കുന്നതിന്റെ അടിസ്ഥാന കാരണത്തിലൊന്ന് അവർക്ക് ജീവിക്കാനുള്ള പൈസ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ബാക്കി ജാതി മതമൊക്കെ അവിടെ നിൽക്കും, അതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. കാശ്മീർ പ്രശ്നം യഥാർത്ഥത്തിൽ ജനങ്ങൾക്കിടയ്ക്ക് പരിഹരിക്കപ്പെടണമെങ്കിൽ അവിടെയുള്ള സാധാരണ മനുഷ്യന് ജീവിക്കാവുന്ന അവസ്ഥ ഉണ്ടാവണം. ആ അവസ്ഥ ക്രമേണ ഉണ്ടാവുന്ന ഒരു പശ്ചാത്തലം 2 കൊല്ലമായിട്ട് രൂപപ്പെട്ടു. ഇപ്പോ എനിക്ക് ഓർമ്മയുണ്ട്, 90കളിൽ കാശ്മീർ പോയ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം, ഒരു കുതിരപ്പുറത്ത് കയറി കുറച്ചു നേരം യാത്ര ചെയ്യണമെങ്കിൽ 2000 രൂപ കൊടുക്കണമായിരുന്നു. 2000 രൂപ കൊടുത്താലാണ് 90കളിൽ 2000 1500 രൂപ വാങ്ങിയിരുന്നായിട്ട് ഇഷ്ടം പോലെ ആളുകൾക്ക് അറിയാം. പക്ഷെ ഇപ്പൊ നമ്മൾ കാശ്മീരിൽ പോയിരുന്നെങ്കിൽ അവിടെയുള്ളത് 400 രൂപയ്ക്ക് യാത്ര ചെയ്യാം, അന്നത്തെക്കാളും കുറച്ച് പൈസക്ക്. എന്തുകൊണ്ട്? പഴയ പോലെ പറ്റിക്കൽ നടക്കുന്നില്ല, കൃത്യമായി ഫിക്സഡ് റേറ്റ് ഉണ്ട്, അതനുസരിച്ചിട്ടാണ് യാത്ര. ഈ കുതിര ഓടിക്കുന്ന ആൾക്ക് അതിന്റെ പൈസ കിട്ടുന്നുണ്ട്. ആ നിലയിലേക്ക് വന്നപ്പോ ഭീകരവാദികളെ പണം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്ന, ഭീകരവാദികൾക്ക് മിലിറ്റന്റായ പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് കാശ്മീരിലെ മനുഷ്യർ സന്തുഷ്ടരായി ജീവിക്കുന്നു. ഇതാണ് പ്രശ്നം. അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു. അത് അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ടാണ് ഈ ഭീകരാക്രമണം ഉണ്ടാവുന്നത്. ഇപ്പൊ ഈ ഭീകരാക്രമണം സത്യത്തിൽ ഹിന്ദുവിന്റെ നേർക്കുള്ള ആക്രമണമാണോ? പെട്ടെന്ന് കേട്ടാൽ നമുക്കതാ തോന്നുക. ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കലായിരുന്നു ആക്രമണം നടത്തിയവരുടെയും ലക്ഷ്യം. അവർ ചെയ്ത പരിപാടി അതാണല്ലോ. അവിടെ വന്ന് ആണുങ്ങളെ മാത്രം വെടിവെക്കാൻ തീരുമാനിച്ചു വന്ന കുറെ തീവ്രവാദികളായിരുന്നു. നിങ്ങളൊക്കെ വാർത്ത കണ്ടു കാണും. സ്ത്രീകളെ കാര്യമായി വെടിവെക്കുന്നില്ല. ആണുങ്ങളോട് ചോദിക്കുന്നു, കലിമ ചൊല്ലാൻ അറിയുമോ എന്ന് ചോദിക്കുന്നു. കലിമ ചൊല്ലാൻ അറിയില്ല എന്ന് കഴിയുമ്പോൾ മുസ്ലിം അല്ല എന്നറിഞ്ഞ് ഹിന്ദുവാണ്, ഹിന്ദുക്കളെ വെടിവെച്ച് കൊല്ലുന്നു. അത് അങ്ങനെ കാണുമ്പോൾ നമ്മൾ തോന്നുക ഹിന്ദുക്കളെ വെടിവെച്ച് കൊല്ലുന്ന മുസ്ലിം സംരക്ഷകരായ ഏതോ തീവ്രവാദികൾ എന്നാണ്. അത് വാസ്തവമാണെന്ന് കരുതണമെങ്കിൽ നമ്മളെ പോലുള്ള മനുഷ്യരെ പറ്റില്ല. അത് വെറും ഹിന്ദുത്വ തീവ്രവാദം തലക്ക് കയറിയ തലച്ചോറുകൾക്ക് അത് വിശ്വാസയോഗ്യമാവും. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ ആലോചിച്ചാൽ മതി, ആ കാശ്മീരിലെ ഭൂരിഭാഗം ഇപ്പോൾ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് അവിടെ നടത്തിയ ഈ കൂട്ടക്കൊലയിലൂടെ അവർ ഉപകാരമാണോ ഉപദ്രവമാണോ ചെയ്യുന്നത്? സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ മതി. ഇപ്പോൾ അവിടേക്ക് ടൂറിസ്റ്റുകൾ പോയിരുന്നു. ഇനി അടുത്ത കാലത്തെങ്ങാനും നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് ടൂർ പോവോ? നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഏട്ടൻ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളെല്ലാവരും കൂടി ഭാര്യയും കുട്ടികളൊക്കെ പാടെ ഒരു ടൂർ പോകാൻ തീരുമാനിക്കുമ്പോൾ കാശ്മീരിക്ക് ആയിക്കോട്ടെ, ഇനി അടുത്ത മാസം, അതിന്റെ അടുത്ത മാസം, ഈ കൊല്ലം നിങ്ങൾ തീരുമാനിക്കുമോ?
തീരുമാനിക്കില്ല. അവിടുത്തെ ടൂറിസമാണ് അവിടുത്തെ ആകെയുള്ള മനുഷ്യരുടെ ഉപജീവന മാർഗം. അവിടുത്തെ സാധാരണ മനുഷ്യന്റെ കാശ്മീരിയുടെ ഉപജീവന മാർഗം അത് പൂർണ്ണമായും അടഞ്ഞു. അവിടെയുള്ള മുസ്ലിങ്ങളുടെ മുഴുവൻ കഞ്ഞികുടി മുട്ടിച്ച അവർക്ക് എന്ത് മുസ്ലിം സ്നേഹമാണുള്ളത് ഭീകരവാദികൾക്ക്? അപ്പൊ അവരുടെ പ്രശ്നം മതമേ അല്ല. അവരുടെ പ്രശ്നം എന്താണ്? മതം ഒരായുധമാക്കിക്കൊണ്ട് ഇന്ത്യയിൽ വിഭജനം സൃഷ്ടിക്കുക എന്നാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ, ഇന്ത്യക്കാരായ മുഴുവൻ മനുഷ്യരുടെയും മനസ്സിൽ ഹിന്ദുവെന്നും മുസൽമാനും എന്നുള്ള പരസ്പരമുള്ള വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകുക എന്ന എത്രയോ കാലമായി ഭീകരവാദികൾ പയറ്റിക്കൊണ്ടിരിക്കുന്ന അടവാണ് ഇവിടെയും പയറ്റിയത്. നോക്കൂ, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ രാജ്യത്തിന്റെ കേന്ദ്ര ഭരണകൂടത്തെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ സംഘികളും എല്ലാവരും സോഷ്യൽ മീഡിയയിലും പുറത്തൊക്കെ നടത്തുന്ന പ്രചരണം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. മൊത്തത്തിൽ മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണെന്നാണ്. മുസ്ലിങ്ങളുടെ മുകളിലേക്ക് മൊത്തത്തിൽ ഈ കുറ്റമിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കേരളത്തിലെ ഒരുപാട് പ്രധാനപ്പെട്ട 1-2 ചാനലുകളും കേരളത്തിലെ എണ്ണമറ്റ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള റിപ്പോർട്ടുകൾ ഈ അപകടം നടന്നതിന് ശേഷം അവിടുന്ന് തന്നെ പുറത്തു വന്നു. ഒന്നാമത്തെ ആൾ ഈ ആക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലുണ്ടായിരുന്ന ഒരു ഭീകരവാദിയെ അവിടെ വെച്ച് തന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ച മറ്റൊരു ഭീകരവാദിയുടെ കയ്യിൽ നിന്ന് വെടിയുണ്ടയേറ്റ് അവിടെ വെച്ച് മരിച്ചു വീഴേണ്ടി വന്ന കാശ്മീരിയായ ആദിൽ ഹുസൈൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, പല്ലവി എന്ന് പറയുന്ന നമ്മുടെ സൗത്ത് ഇന്ത്യക്കാരിയായ ഒരു സ്ത്രീ, അവര് പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഞാൻ അവിടെ അപകടത്തിൽപ്പെട്ട് നിൽക്കുന്ന സമയത്ത് 3 യുവാക്കൾ വന്നിട്ടാണ് എന്നെ ഒരു വണ്ടി കയറ്റി രക്ഷിക്കുന്നത്. അവർ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ബിസ്മില്ലാ എന്ന് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ആ 3 ചെറുപ്പക്കാരുടെ പേര് നമുക്കറിയില്ല. ആ 3 മുസ്ലിം ചെറുപ്പക്കാരാണ് പല്ലവി എന്ന് പറയുന്ന ആ സ്ത്രീയെ രക്ഷിക്കുന്നത്. നമ്മുടെ നാട്ടിലത്തെ ഒരാൾ കൊല്ലപ്പെട്ടല്ലോ, അവരുടെ വീട്ടുകാരൊക്കെ രക്ഷപ്പെട്ട് നാട്ടിലെത്തിയല്ലോ, നിങ്ങൾ കണ്ടു കാണും. ആരതി എന്ന് പറയുന്ന ആ മരിച്ച അച്ഛന്റെ മകൾ ആരതി കഴിഞ്ഞ ദിവസം ചാനലുകളിൽ നിന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ആരതി പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു മടങ്ങുന്ന സമയത്ത് വരെ ഈ എന്റെ കൊലപാതകത്തിന് ശേഷം എന്നെ മടക്കി ഇവിടേക്ക് എത്തിക്കുന്നവരെ എന്റെ കൂടെ ഉണ്ടായിരുന്നത് 2 പേരാണ്. അവർ 2 പേരും തിരിച്ചു പോരുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് 2 സഹോദരന്മാരെ കിട്ടിയിട്ടാണ് ഞാൻ മടങ്ങുന്നത്. എന്റെ അച്ഛനെ എനിക്ക് നഷ്ടപ്പെട്ടു, പക്ഷെ 2 സഹോദരന്മാരെ കിട്ടിയിട്ടാണ് ഞാൻ മടങ്ങുന്നതെന്ന് പറഞ്ഞു. ഒരാളുടെ പേര് മുസാഫിർ എന്നാണ്, മറ്റൊരാളുടെ പേര് സമീർ എന്നാണ്. എന്താണിത് മനസ്സിലാക്കുന്നത്? എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം? നമ്മള് ഒരു അപകടം ഉണ്ടായാൽ എങ്ങനെയാണ് പ്രതികരിക്കുക? ഹിന്ദു ആണോ മുസൽമാനാണോ എന്ന് നോക്കിയിട്ടാണോ? ഇന്ത്യക്കാരായ ആരും അത് ചെയ്യാറില്ല. ഒരപകടം വന്നാൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ നാട്ടിൽ ഒരു ആക്സിഡന്റ് നടന്നാൽ, ഏലംകുളത്ത് ഒരു ആക്സിഡന്റ് നടന്നാൽ, ആ ആക്സിഡന്റ് നടത്തിയിട്ട് നിലത്ത് കിടക്കുന്ന, ചോര ഒലിപ്പിച്ച് കിടക്കുന്ന ആൾ ഹിന്ദു ആണോ മുസൽമാനാണോ എന്ന് നോക്കുന്ന സംസ്കാരം നമുക്കുണ്ടോ? നമുക്കില്ലാത്ത സംസ്കാരമാണത്. അത് മനുഷ്യനാണെങ്കിൽ നമ്മൾ രക്ഷിക്കാൻ നോക്കും. അതാണ് ഇന്ത്യയിലെ മനുഷ്യരുടെ പ്രധാനപ്പെട്ട സംസ്കാരം. അതാണ് കാശ്മീരികളും കാണിച്ചത്. മലയാളികളെ അത് പഠിപ്പിക്കേണ്ട കാര്യമില്ല. മലയാളികൾ എല്ലാ കാലവും അങ്ങനെ നിന്നൊരു സമൂഹം. നമുക്കറിയാം, പ്രളയം വന്നപ്പോൾ, കോവിഡ് വന്നപ്പോൾ എത്രയോ സന്ദർഭങ്ങളിൽ മതമെന്ത്, ജാതി എന്ത്, വർഗമെന്ത്, വർണ്ണമെന്തെന്ന പരിഗണനയില്ലാതെ മനുഷ്യരെ ചേർത്ത് പിടിച്ചവരാണ് നമ്മൾ. നമുക്ക് കാശ്മീരികളെ മനസ്സിലാവും. കാശ്മീരികളായ അവിടെയുള്ള മനുഷ്യർ അപകടത്തിൽപ്പെട്ടു എന്നതാണ് രക്ഷിക്കാൻ പോയത്. ഇനിയിപ്പോ അവിടെ ഒരു സായിപ്പും കുടുങ്ങിയിരുന്നില്ല കേട്ടോ. സായിപ്പ് ഒരു വിദേശിയെ ഒരു വെടിവെച്ച് കൊന്നിട്ടില്ല. നേരെ മറിച്ച് ആ അപകടത്തിൽ ഒരു വിദേശി പെട്ടിരുന്നു വിചാരിക്കുക, അത് വിദേശിയാണ്, നമുക്ക് ആദ്യം ഇന്ത്യക്കാരെ രക്ഷിക്കാം എന്നാലോചിക്കൂ? അതും ആലോചിക്കില്ല. മനുഷ്യരായ ആളുകളെ ആരൊക്കെ രക്ഷിക്കാമെന്നേ നമ്മളൊക്കെ ആലോചിക്കൂ. അത് തന്നെയാണ് കാശ്മീരികളും ആലോചിച്ചിട്ടുള്ളത്. പക്ഷേ ഈ നാട്ടിൽ വർഗീയതയുടെ വിഷം കലക്കാനായി തീരുമാനിച്ച ആൾക്കാർ എന്താണ് പറഞ്ഞു വരുത്തുന്നത്? നിങ്ങൾ കേട്ട് കാണും. അവര് നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ ആണ് ആക്രമണം നടത്തിയത്, ഇന്ത്യയിലെമ്പാടുമുള്ള ജിഹാദികളായ മുസ്ലിങ്ങളെ ഇന്ത്യക്കാർ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടണം എന്നൊക്കെയാണ് ഇപ്പൊ പ്രചരണം. അങ്ങനെയാണല്ലോ. അത് അവര് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരെ, അങ്ങനെ ആഭ്യന്തര ശത്രുക്കൾ. അവർ പണ്ട് മുതലേ പറയുന്നൊരു കാര്യമാണ്, പുറത്ത് പാകിസ്ഥാൻ നമ്മുടെ ശത്രുവാണ്, അത് മാത്രമല്ല നമ്മുടെ വീടായ ഇന്ത്യയിലും നമുക്ക് ശത്രുക്കളുണ്ട്. ആ ശത്രുക്കളെയും നമ്മൾ പുറത്തേക്ക് പറഞ്ഞു വിടണം. അതാണ് പറയാ. ആ ശത്രുക്കളായിട്ട് അവർ കാണുന്നതാണ് ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാർ എന്നൊക്കെ പറയുന്ന ആളുകൾ. അവരെയും നമ്മൾ ഈ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പറഞ്ഞേക്കണം, അവരെയും നമ്മൾ നേരിടണം എന്നാണ്. അപ്പൊ അങ്ങനെ ഈ രാജ്യത്തിലെ മനുഷ്യരെ പലതായി വിഭജിക്കുന്ന ഒരു കൂട്ടരാണ് ഇന്ത്യൻ ഭരണകൂടമായി നിൽക്കുന്നത് എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് ഇന്ത്യയിൽ വിമർശിക്കുക എന്ന് പറയുന്നത് വലിയ കുറ്റകൃത്യമായിട്ട് മാറുകയാണ്. ഇപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് രാജ്യദ്രോഹമാണെന്നാണ്. ഇപ്പോൾ നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം സംസാരിക്കണം. എന്ത്? എങ്ങനെ ഇന്ത്യ തിരിച്ചടിക്കണം? ഇത് മാത്രമേ സംസാരിക്കാവൂ. അതാണ്, വേറെ യാതൊന്നും സംസാരിക്കരുതെന്നാണ്. യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ എന്ന ദേശരാഷ്ട്രത്തെ നമ്മൾ ആലോചിച്ചാൽ അതിനകത്ത് നിന്ന് പാകിസ്ഥാൻ എന്ന രാജ്യം പിരിഞ്ഞു പോകുന്നത് മുതൽ
നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യമാക്കി നിലനിർത്തിയ പ്രധാനപ്പെട്ട മൂല്യം എന്താണെന്ന് അറിയാമോ പ്രിയപ്പെട്ട സഖാക്കളെ? അത് ആ ആരതി എന്ന് പറയുന്ന പെൺകുട്ടി പറഞ്ഞ വാക്കുണ്ടല്ലോ, അവർ രണ്ടുപേരും എൻ്റെ സഹോദരന്മാരാണ്. അവർ രണ്ടുപേരും എൻ്റെ സഹോദരന്മാരാണ്. ഞാൻ തിരിച്ചു പോരുമ്പോൾ അച്ഛൻ നഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് 2 സഹോദരന്മാരെ കിട്ടിയത് ഞാൻ അവരോട് പറഞ്ഞു. ഈ സാഹോദര്യം എന്ന് പറയുന്ന മൂല്യമാണ് ഇന്ത്യയെ നിലനിർത്തിയ പ്രധാനപ്പെട്ട ഘടകം. ഫ്രട്ടേണിറ്റി എന്ന വാക്കായിട്ട് നമ്മുടെ ഇന്ത്യയുടെ പ്രിയാമ്പിളിൽ, ഇന്ത്യയുടെ ആമുഖത്തിൽ നമ്മൾ കാണും. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് തുടങ്ങുന്നതിനകത്ത് സാഹോദര്യം എന്ന് പറയുന്നൊരു വാക്കുണ്ട്. എന്താണ് സാഹോദര്യം? നമ്മൾ അറിയേണ്ട കാര്യമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ആ സാഹോദര്യം? ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും ഒരു വയർന്നു വന്നവരാണോ? അല്ല. പക്ഷെ നമ്മൾ തമ്മിലൊരു സാഹോദര്യമുണ്ട്. ആ സാഹോദര്യത്തിലേക്ക് നടന്നെത്തിയതാണ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെയും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും ചരിത്രം. 1917 ചെറായിയിൽ, നമ്മുടെ കേരളത്തിൽ തന്നെ എറണാകുളത്തിനടുത്ത് ചെറായിയിൽ വെച്ചിട്ട് മിശ്രഭോജനം എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, പന്തി ഭോജനം, മിശ്രഭോജനം എന്ന്. സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു നേതാവായിരുന്നു നടത്തിയത്. മിശ്രഭോജനം ഇന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല. നമുക്കറിയാം, ഇന്നിപ്പോൾ നമ്മൾ കല്യാണപ്പേരെ പോയി കഴിഞ്ഞാൽ ഒന്നിച്ചും മുസ്ലിങ്ങളുടെ വീടുകളിലെ കല്യാണമാണെങ്കിൽ ബിരിയാണി കഴിക്കും, ഹിന്ദുക്കളുടെ വീട്ടിലാണെങ്കിൽ എല്ലാവരും സദ്യ കഴിക്കും. ഹിന്ദു ആണോ മുസൽമാനാണോ നോക്കിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്, മാത്രമല്ല ജാതി എന്താണെന്ന് നോക്കിയിട്ടല്ല നമ്മളിവിടെ അടുത്തടുത്തിരിക്കുന്നത്. പക്ഷേ 1917 2 ജാതിയിൽപ്പെട്ടവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കില്ലായിരുന്നു. 2 ജാതിയിൽപ്പെട്ടവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ മേൽജാതിക്കാരന് ഭ്രഷ്ടാണ്, താഴ്ന്ന ജാതിക്കാരനെ തല്ലിക്കൊല്ലും. ഇതായിരുന്നു കാലം. ആ കാലത്താണ് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തുന്നത്, പല ജാതിയിൽപ്പെട്ട മനുഷ്യരെ ഒരുമിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുന്നത്. അവിടെ വെച്ച് സഹോദരൻ അയ്യപ്പൻ നടത്തുന്ന ചെറിയൊരു പ്രസംഗമുണ്ട്. 5 മിനിറ്റേ ആ പ്രസംഗമുള്ളൂ. അതിൽ പറയുന്നൊരു വാചകമുണ്ട്: ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യത്തെയും ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ അടിസ്ഥാന മൂല്യത്തെയും കേരളത്തിൽ നിന്ന് ഒരാളെ ഏറ്റവും ഫലപ്രദമായി നിർവചിച്ചത് സഹോദരൻ അയ്യപ്പന്റെ ആ പ്രസംഗത്തിലാണ്. അയ്യപ്പൻ പറയും, സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്ന് നമ്മൾ സാധാരണ വിളിക്കുന്നത് സ ഉദരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദരച്ച വയറാണ്. ഒരേ വയറ്റിൽ നിന്ന് പുറത്തു വന്നവരാണ്. അങ്ങനെയാണല്ലോ, ഒരേ വയറ്റിൽ നിന്ന് ജനിച്ചവനെയാണ് നമ്മൾ സഹോദര അല്ലെങ്കിൽ സഹോദരി എന്ന് സാധാരണ വിളിക്കുക. പക്ഷേ ഒരേ വയറിൽ നിന്ന്, ഒരേ ഉദരത്തിൽ നിന്ന് പുറത്തു വരണമെന്നില്ല സഹോദരനോ സഹോദരിയോ ആവാൻ. ഒരേ ഉദരത്തിന്റെ വികാരമായ വിശപ്പും ദാഹവും പങ്കിടുന്ന മുഴുവൻ മനുഷ്യർക്കും തമ്മിൽ ഒരു സാഹോദര്യം സാധ്യമാണ്. ഒരേ വയറിന്റെ വികാരമായ വിശപ്പും ദാഹവും പങ്കിടുന്ന മുഴുവൻ മനുഷ്യർക്കും തമ്മിൽ വലിയൊരു സാഹോദര്യം സാധ്യമാണ്. ഈ സാഹോദര്യമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആശയമായിട്ട് നമ്മൾ ഉയർത്തിപ്പിടിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ഒരേ സമയം ദേശീയതയിൽ, ദേശാഭിമാനത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോഴും നമ്മൾ ദേശത്തിന്റെ അതിർത്തികൾക്കപ്പുറത്ത് നിൽക്കുന്ന സാർവദേശീയമായ മൂല്യങ്ങളോടെ ജീവിച്ചത്. നമുക്കറിയാം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ മൂല്യമാണ് സാർവദേശീയത. ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ നമ്മുടെ സഹോദരന്മാരാണ്. ഇപ്പോൾ ഈ പെഹൽഗാം അപകടം നടക്കുന്നതിന് തൊട്ട് തലേന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ വിട്ടു പോകുന്നത്. നമുക്കറിയാം, ഫ്രാൻസിസ് മാർപ്പാപ്പ അവസാന സമയത്ത് പോലും ഉയർത്തിപ്പിടിച്ച മൂല്യം എന്തായിരുന്നു? നിങ്ങൾ ആലോചിച്ചാൽ മതി. ഫ്രാൻസിസ് മാർപ്പാപ്പ മരിക്കുന്നതിന് തലേ ദിവസം ഈസ്റ്ററാണ്. ഈസ്റ്ററിന്റെ അന്ന് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഈസ്റ്റർ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞത് ഗസയിലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ക്രൂരത അവസാനിപ്പിക്കണം എന്നാണ്. പലസ്തീനിലെ ഗസയിൽ കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് തലേന്ന് വിഷമിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫ്രാൻസിസ് എന്ന പേര് വെറുതെ അല്ല കേട്ടോ അദ്ദേഹത്തിന്. അദ്ദേഹം ആ പേര് സ്വീകരിച്ചത് സെന്റ് ഫ്രാൻസിസ് അസീസി എന്ന് പറയും, ഫ്രാൻസിസ് പുണ്യാളൻ. നിങ്ങൾ മറ്റേ പ്രാഞ്ചിയേട്ടൻ സിനിമയിലൊക്കെ കണ്ടു കാണും, സെന്റ് ഫ്രാൻസിസ് അസീസി സംസാരിക്കുന്നതായിട്ടാണല്ലോ. ഫ്രാൻസിസ് പുണ്യാളന്റെ അടുത്താണ്, തൃശ്ശൂർക്കാരുടെ പ്രധാനപ്പെട്ട ഒരു പുണ്യാളനാണ് ഫ്രാൻസിസ് പുണ്യാളൻ. സെന്റ് ഫ്രാൻസിസ് അസീസി അദ്ദേഹം വളരെ സമ്പന്നനായ ഒരാളായിരുന്നു. ഈ മാർപ്പാപ്പയല്ല, ഇതിന് വളരെ കാലം മുമ്പ് ജീവിച്ചൊരു പുണ്യാളനാണ് സെന്റ് ഫ്രാൻസിസ് അസീസി. വളരെ സമ്പന്നമായ പശ്ചാത്തലത്തിൽ നിന്ന് ആ സമ്പത്തെല്ലാം ത്യജിച്ച് കുഷ്ഠരോഗികളായ, രോഗികളായി, അശരണരായ മനുഷ്യരുടെ ഇടയിൽ സുവിശേഷ പ്രവർത്തനം നടത്തിയ ഒരാളുടെ പേരാണ് സെന്റ് ഫ്രാൻസിസ് അസീസി. ഈ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന്, അർജന്റീനയിൽ നിന്ന് മാർപ്പാപ്പയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം എന്ത് പേരാ, മാർപ്പാപ്പ ആവുന്നവർ അദ്ദേഹത്തിന്റെ പേര് വേറെയാണ്, ബെർഗോഗ്ലിയോ എന്നാണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര്. ആ പേര് മാറ്റി മാർപ്പാപ്പയാവുമ്പോൾ ഒരു പേര് സ്വീകരിക്കും. എന്ത് പേരാണ് സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്വീകരിക്കുന്നത് ഫ്രാൻസിസ് എന്ന പേരാണ്. അപ്പോ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വളരെ വലിയ പുണ്യാളനുണ്ട്, ഫ്രാൻസിസ് സേവ്യർ. അവരാദ്യം കർദിനാൾമാരൊക്കെ ഫ്രാൻസിസ് സേവ്യറുടെ പേരാണ് മാർപ്പാപ്പ സ്വീകരിച്ചത് എന്ന നിലയ്ക്കാണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ
അദ്ദേഹം തിരുത്തി, അല്ല, ഞാൻ ഫ്രാൻസിസ് സേവ്യറിന്റെ പേരല്ല, ഫ്രാൻസിസ് അസീസിയുടെ പേരാണ്. എല്ലാ സുഖഭോഗങ്ങളും ത്യജിച്ച് ദരിദ്രനായി അവസാനം വരെ ജീവിച്ച ഫ്രാൻസിസ് അസീസിയുടെ പേര്. എന്താണ് ആ പേര്? ഫ്രാൻസിസ് അസീസിയുടെ ഒരു ചെറിയ കഥ പറയാം. ഇത് ഫെഡറലിസത്തെ സംബന്ധിച്ച്, സാഹോദര്യത്തെ സംബന്ധിച്ച് പ്രധാനമായതുകൊണ്ടാണ്. ഈ ഗുബിയോ എന്ന് പറയുന്ന ഒരു നഗരമുണ്ട് ഇറ്റലിയിലെ ഒരു ചെറിയ നഗരമാണ് ഗുബിയോ. പൗളോ മാൽഡീനി എന്നൊക്കെ പറയുന്ന ഫുട്ബോളറെ, മാൽഡീനിനെ ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മാൽഡീനിയുടെ സ്ഥലമാണ് ഗുബിയോ. ഗുബിയോയിൽ പണ്ടൊരു വലിയ ക്രൂരനായ ചെന്നായ ഉണ്ടായിരുന്നു അത്രേ, ഒരു ക്രൂര ചെന്നായ. അത് കന്നുകാലികളൊക്കെ പിടിച്ചു തിന്നും, പിന്നെ ക്രമേണ മനുഷ്യരെ പിടിച്ചു തിന്നാൻ തുടങ്ങിയെന്നാണ്. ഒരു മിത്താണ് കേട്ടോ, ഒരു പഴയ ഐതിഹ്യ കഥ. എന്ന് വെച്ചാൽ നമ്മുടെ പഴയ മഹാഭാരതത്തിൽ ഒരു ഭഗന്റെ കഥയൊക്കെ ഉണ്ടല്ലോ. ഏകചക്ര എന്ന് പറയുന്ന ഗ്രാമത്തിൽ മനുഷ്യരെ പിടിച്ചു നിന്നിരുന്ന ഭഗൻ, ഭീമൻ പോയി കൊല്ലുന്ന ആ ഭഗന്റെ പോലെ ഒരു ചെന്നായ എന്ന് വെച്ചാൽ മതി. ഗുബിയോ നഗരത്തിലെ ഒരു ചെന്നായ. ഇപ്പൊ നഗരവാസികളാകെ കഷ്ടപ്പാടിലായി. ഈ ചെന്നായ മനുഷ്യരെയൊക്കെ പിടിച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ അവരെല്ലാം ഭീതിയിലാണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ നാട് വിട്ടു പോകാൻ തുടങ്ങുന്ന സമയത്താണ് സെന്റ് ഫ്രാൻസിസ് അസീസി ഗുബിയോയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു, ദയവ് ചെയ്ത് പുണ്യാള, അങ്ങ് ഇവിടെ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് പോകണം. കാരണം അങ്ങേപ്പോലൊരു പുണ്യാത്മാവിന്റെ മരണം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്താണ് പ്രശ്നം? അപ്പൊ ഒരു പ്രശ്നം പറഞ്ഞു, ഈ ചെന്നായയുടെ ആക്രമണം. ഞാൻ ചെന്നായയോട് സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഈ ചെന്നായ താമസിക്കുന്ന കാട്ടിലേക്ക് ഫ്രാൻസിസ് അസീസി കയറുകയാണ്. എന്നിട്ട് അകത്ത് കയറിയതിന് ശേഷം അദ്ദേഹം സംസാരിച്ചു തുടങ്ങുന്നത് ഈ ചെന്നായയുടെ ഗുഹയുടെ മുന്നിൽ പോയിട്ട് മൈ ഡിയർ ബ്രദർ വൂൾഫ് എന്നാണ്. എന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനായ ചെന്നായെ എന്നാണ് അദ്ദേഹത്തിന്റെ ആ സംസാരം ആരംഭിക്കുന്നത്. അപ്പോൾ തുടർന്ന് ആ കഥ പറയുന്നത്, അന്ന് വരെ ലോകത്ത് സകലരും അന്യമായി കണ്ട, ക്രൂരമായി കണ്ട ആ ചെന്നായ സഹോദര എന്ന ഫ്രാൻസിസ് പുണ്യാളന്റെ ആ വിളിയിൽ, ആ ഒരൊറ്റ നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു നിമിഷത്തിലെ ഈ സഹോദരൻ എന്ന വിളിയുടെ പ്രകാശത്തിൽ അതുവരെ ഉണ്ടായിരുന്ന പാപകർമ്മങ്ങളിൽ നിന്ന് മോചിക്കപ്പെടുകയും പിന്നീട് ആ ചെന്നായ നന്നായ കഥയാണ് ഈ പാവന കഥ. സഹോദര എന്ന ഒറ്റ വിളിയിൽ ഏത് ചെന്നായ്ക്കളെയും മനുഷ്യരാക്കി തീർക്കുന്ന ഒരു മാന്ത്രികനായിരുന്നു ഫ്രാൻസിസ് അസീസി എന്നാണ് കഥ. ആ ഫ്രാൻസിസ് അസീസിയുടെ പേര് സ്വീകരിച്ച മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അവസാനം വരെ അമേരിക്കയുടെ സാമ്രാജ്യത്വത്തിനെതിരായി അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം ഈ മുതലാളിത്തം ക്രമേണ ഫെഡറലിസത്തെ നശിപ്പിക്കുകയും പ്രവിശ്യകളുടെ സ്വയംഭരണാവകാശത്തെയും അധികാരത്തെയും നശിപ്പിച്ച് മുതലാളിത്തത്തിന്റെ ചൂഷണത്തിൽ എങ്ങനെ ലോകം ഇല്ലാതായി തീരും എന്നതിനെ കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രധാനപ്പെട്ട ലേഖനങ്ങൾ എഴുതി. അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ലേഖനമുണ്ട്, ലൗദാത്തോ സി എന്ന് പറയുന്ന ലേഖനം. ഞാൻ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അദ്ദേഹം അതിൽ പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഒറ്റ കാര്യമാണ്. ഈ അമേരിക്കയും മറ്റു രാജ്യങ്ങളൊക്കെ പറയുന്നത്, അവരുടെ മുതലാളിത്തം പറയുന്ന ഒരു തിയറി ഉണ്ട്, അതിനെ ട്രിക്കിൾ ഡൗൺ തിയറി എന്ന് പറയാം. അത് വിശദീകരിക്കാനൊന്നും ഇപ്പൊ നേരില്ല. കാര്യം വളരെ ലളിതാണ്. ട്രംപ്, ഇപ്പോഴത്തെ അമേരിക്കയിലെ വട്ടനായിട്ടുള്ള പ്രസിഡന്റ് ഉണ്ട്, നല്ല വട്ട ഈ അമേരിക്കൻ പ്രസിഡന്റ്. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വർത്തമാനം കേട്ടാൽ മനസ്സിലാവും. ഉച്ചക്കിറുക്ക് പിടിച്ചൊരു മനുഷ്യനാണ്, ലോകത്തെവിടെയും പരിസ്ഥിതി പ്രശ്നമില്ല എന്നൊക്കെ പറയുന്ന ഒരാളാണ്. അങ്ങനെ പ്രത്യേകതരം മനുഷ്യനാണ്. അപ്പോ ഈ ട്രംപൊക്കെ മുന്നോട്ട് വെക്കുന്ന മുതലാളിത്തത്തിന്റെ ഒരു ആശയം എന്താന്ന് വെച്ചാൽ ട്രിക്കിൾ ഡൗൺ തിയറി എന്ന് പറയും. എന്ന് വെച്ചാൽ പണക്കാർ കൂടുതൽ പണം ഉണ്ടാക്കിക്കോട്ടെ. അതായത് നമ്മുടെ നാട്ടിലെ പണക്കാര് കൂടുതൽ പണം ഉണ്ടാക്കണം. അവർക്ക് പരമാവധി പണം ഉണ്ടാക്കാനായിട്ട് ആര് സഹായിക്കണം? പാവപ്പെട്ടവർ സഹായിക്കണം. പാവപ്പെട്ടവർ പരമാവധി പണിയെടുത്ത്, പകലും രാത്രിയും പണിയെടുത്ത് ചോര നീരാക്കി പണക്കാർക്ക് പണം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ പണക്കാർക്ക് പണം വന്ന് അവസാനം അതിൽ നിന്ന് പണം ഓവർഫ്ലോ ചെയ്യും. നമ്മുടെ ടാങ്കിൽ വെള്ളമടിക്കുമ്പോൾ ഓവർഫ്ലോ ചെയ്യുന്ന പോലെ ഓവർഫ്ലോ ചെയ്യും. അപ്പൊ പാവപ്പെട്ട ആളുകൾക്കൊക്കെ പൈസ കിട്ടും. പ്രത്യേകമായൊരു തിയറിയാണ്. ഇതിനാണ് ട്രിക്കിൾ ഡൗൺ തിയറി എന്ന് പറയുന്നത്. പണക്കാർ കൂടുതൽ സമ്പന്നരാകുമ്പോൾ അവസരങ്ങൾ കൂടുതൽ തെളിയുകയും പാവപ്പെട്ടവർ അങ്ങനെ രക്ഷപ്പെടുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു തിയറിയാണ്. ഇലോൺ മാസ്ക് കൂടുതൽ സമ്പന്നനായാൽ, അല്ലെങ്കിൽ അംബാനി കൂടുതൽ സമ്പന്നനായാൽ പാവപ്പെട്ടവർക്ക് പണി കിട്ടും എന്ന് പറയുന്ന ഒരു തിയറിയാണ്. അതിനാണ് ട്രിക്കിൾ ഡൗൺ തിയറി എന്ന് പറയുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ ലളിതമായ ഉദാഹരണം, സകല നാട്ടുകാർക്ക് മനസ്സിലാവുന്ന ഉദാഹരണത്തിൽ കൂടെ പറഞ്ഞത്, ഗ്ലാസ് മുഴുവനായി നിറഞ്ഞ് അതിനകത്ത് വീഞ്ഞ് തുളുമ്പി മറ്റുള്ളവർക്കും കിട്ടുമെന്നായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഗ്ലാസിന്റെ വയർ വീർത്ത് വലുതാവുകയല്ലാതെ ഒരു തുള്ളി പോലും പുറത്തേക്ക് തുളുമ്പാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം എഴുതി. കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കണം. ഈ ഗ്ലാസ്, പണക്കാരെന്ന് പറയുന്ന ഗ്ലാസ് ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി പുറത്തേക്ക് വന്നിട്ട് ബാക്കിയുള്ളവർക്ക് കിട്ടൂല. ആ ഗ്ലാസിന്റെ പള്ളുണ്ടല്ലോ, ആ ഗ്ലാസിന്റെ വയറ് അതിങ്ങനെ വീർത്ത് വരും എന്നല്ലാതെ ഒരു തുള്ളി പുറത്തേക്ക് തുളുമ്പാൻ പോകുന്നില്ല എന്നെഴുതിയത് ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ നേതാവായ 200 കോടി കത്തോലിക്കരുടെ നേതാവായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്.
ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ പ്രധാന കേന്ദ്ര ശത്രു എന്താണ് എന്ന് ചോദിച്ചാൽ അവിടേക്ക് ഈ ഉത്തരം എത്തേണ്ടതുണ്ട്. അവിടെയാണ് ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ഇന്ത്യ ഇന്ന് ഭരിക്കുന്നത് കോർപ്പറേറ്റ് ഫെഡറലിസമാണ് എന്നതിലാണ്. ഇന്ത്യ ഇന്ന് ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണെന്നോ അമിത്ഷായാണെന്നോ BJP സർക്കാരാണെന്നോ ഒക്കെ നമുക്ക് തോന്നും. അതൊക്കെ ഒരു തോന്നലാണ്, ഒരു മാലാണ്. ഇന്ത്യ ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പണക്കാരാണ്. ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരുടെയും സമ്പത്ത്, ഇന്ത്യയിൽ ഇപ്പോൾ ഏതാണ്ട് 170 കോടിയിൽ പരം മനുഷ്യരുണ്ട് കണക്ക് പ്രകാരം. 170 കോടിയിൽ നമ്മളൊക്കെ ഉണ്ട്. ഈ നമ്മുടെ മുഴുവൻ സമ്പത്തും, നമ്മുടെ മുഴുവൻ ഭൂമിയുടെ വില, നമ്മുടെ കയ്യിലുള്ള ചട്ടി കിണ്ടി പണ്ടാരം എല്ലാം കൂടി എടുത്തിട്ട് ഒരു ത്രാസിന്റെ ഒരു തട്ടിൽ വെക്കുക. ഈ 170 ചില്ലാനം കോടി മനുഷ്യരുടെ സ്വത്ത്, ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ 6 ആളുകളുടെ സ്വത്ത് അപ്പുറത്തെ തട്ടിലും വെക്കുക. അങ്ങനെ വെച്ചാൽ ഈ അപ്പുറത്തെ 6 ആളുടെ സ്വത്ത് നിൽക്കുന്ന തട്ടുണ്ടല്ലോ, അത് താണു നിൽക്കും. ഇന്ത്യയിലെ 6 പേരുടെ, ഇന്ത്യയിലെ ഏറ്റവും അതിസമ്പന്നരായ 6 പേരുടെ കയ്യിലുള്ള സമ്പത്ത് ബാക്കി കിടക്കുന്ന, ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മളടക്കം കിടക്കുന്ന പുഴുക്കളെ പോലെ ജീവിക്കുന്ന ഈ 170 ചില്ലാനം കോടി മനുഷ്യരുടെ മൊത്തം സ്വത്ത് കൂട്ടിയാൽ തികയില്ല. ഇതാണ് ഇനിക്വാലിറ്റി ഇൻഡെക്സ്, അതുല്യതയുടെ മാപ്പ് ഇന്ത്യയിൽ തയ്യാറാവുമ്പോഴുള്ള വിവരം. ഇന്ത്യയിലെ മനുഷ്യരുടെ സ്വത്ത് വിവരത്തെ വെച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കുമ്പോൾ ഇന്ത്യയിലെ അതിസമ്പന്നരായ 6 പേരുടെ സ്വത്ത് ഇന്ത്യയിലെ ബാക്കി മുഴുവൻ ജനതയുടെ സ്വത്തിനേക്കാൾ കൂടുതലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പണക്കാർ ഇന്ത്യയിൽ വലിയ വലിയ പണക്കാരായി മാറി. നമുക്കറിയാലോ, കോവിഡിന്റെ സമയത്ത് നമ്മളൊക്കെ വീട്ടില് ചക്കിയും മാങ്ങിയും മറ്റേ പറിച്ചെടുത്തിട്ട് ആണ് കോവിഡ് അതിജീവിച്ചത്. അങ്ങനെയാണല്ലോ. അന്നാണ് നമ്മൾ ലോകത്തില്ലാത്ത പായസങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത്. കാരണം ഗതിയില്ലാത്തതുകൊണ്ടാണ്. ഗതിയില്ല, പണിയില്ല, അപ്പൊ നമുക്ക് എന്ത് പായസം വേണമെങ്കിൽ ഉണ്ടാക്കാം. അതായിരുന്നു അവസ്ഥ. അങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം അപ്പൊ മുന്നോട്ട് പോയത്. ആ സമയത്ത് സ്വന്തം സമ്പാദ്യത്തെ 140% വർദ്ധിപ്പിച്ച ഒരൊറ്റ മനുഷ്യനെ ഇന്ത്യയിലുള്ളൂ. അയാളുടെ പേരാണ് അംബാനി. നമ്മൾ മനസ്സിലാക്കണം, മുകേഷ് അംബാനിയുടെ സ്വത്ത് മാത്രം 140% വർദ്ധിച്ചത്, ഇരട്ടിയിലധികം. എങ്ങനെ? ഇന്ത്യയിലെമ്പാടുമുള്ള മനുഷ്യരെ കുത്തിവെക്കാനുള്ള മരുന്നിന്റെ പ്രധാനപ്പെട്ട ഏജൻസി എടുത്തു. കോവിഡ് തന്നെ ഒരു ബിസിനസ് ആക്കി മാറ്റി. ആ ബിസിനസ് സ്വകാര്യ കമ്പനികൾക്ക് വിറ്റു. ഇന്ത്യൻ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെമ്പാടുമുള്ള മനുഷ്യരുടെ സ്വത്ത് ഇന്ത്യയിലെ അതിസമ്പന്ന ന്യൂനപക്ഷത്തിന് തൂക്കി വിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഇത്രയും സമയം പറഞ്ഞതിന്റെ ചുരുക്കം ഇത്ര മാത്രമാണ്. ഇന്ത്യ യഥാർത്ഥത്തിൽ ഇന്ന് കോർപ്പറേറ്റ് ഫെഡറലിസത്തിന്റെ കീഴിലാണ്. ഇന്ത്യ ഭരിക്കുന്നത് ഏതാനും മുതലാളിമാരുടെ ഒരു ഭരണകൂടമാണ്. ആ മുതലാളിമാരാണ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഭാവി തീരുമാനിക്കുന്നതെന്ന് വരെയാണ്. അപ്പൊ ഞാൻ ഈ സംഭാഷണം തുടങ്ങിയ കാര്യമുണ്ടല്ലോ, ഏത് പണ്ട് ചർച്ചിൽ പറഞ്ഞു നമ്മൾ കുറച്ചു കാലം കഴിഞ്ഞാൽ പൊളിയെന്ന്. നമ്മൾ പൊളിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ പൊളിയാതെ നിലനിൽക്കുന്നത് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന നിലയ്ക്ക് ഇന്ത്യയിലെ സാധാരണ മനുഷ്യർ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആരതി എന്ന് പറയുന്ന ആ പെൺകുട്ടി പറയുന്ന മുസാഫിറും സമീറും എന്റെ സഹോദരങ്ങളാണ് എന്ന് പറയുന്ന മൂല്യം ഇന്നും നിലനിൽക്കുന്നതുകൊണ്ടാണ്. ആ ഫ്രട്ടേണിറ്റിയുടെ മൂല്യം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ട സഖാക്കളെ നാം യഥാർത്ഥത്തിൽ ഒരൊറ്റ ഇന്ത്യയും ഒരൊറ്റ ജനതയുമായി നിലനിൽക്കുന്നത്. ആ മൂല്യത്തെ നിലനിർത്തുക എന്നതാണ് ജനാധിപത്യത്തിന്റെ, മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ആ വെല്ലുവിളിയാണ് ഇന്ത്യ എന്ന ഫെഡറൽ സ്റ്റേറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.